ഭാവന അഥവാ ഇമാജിനേഷൻ ഇത് ശരിക്കും നമ്മളുടെ എല്ലാ പ്ലാനുകളും അതുപോലെ തന്നെ പദ്ധതികളുമൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കപ്പെടുന്ന ഒരു നിർമ്മാണശാലയാണ് ശരിക്കും ഇമാജിനേഷൻ അഥവാ ഭാവന എന്നുള്ളത്. മനുഷ്യൻ്റെ ഇമാജിനേഷൻ ചെയ്യാനുള്ള കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൻ്റെ ആഗ്രഹങ്ങൾക്കും അവൻ്റെ പ്രചോദനത്തിനും ആകൃതിയും രൂപവും ഒക്കെ പ്രവർത്തനക്ഷമതയും ഒക്കെ നൽകപ്പെടുന്നത്. മനുഷ്യന് ഇമാജിൻ ചെയ്യാൻ കഴിയുന്ന എന്തിനേയും യാഥാർത്ഥ്യമാക്കിയെടുക്കുവാനും കഴിയുമെന്ന് പറയപ്പെടുന്നു. ഭാവന ചെയ്യാനുള്ള മനുഷ്യൻ്റെ കഴിവുപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ കഴിഞ്ഞ 50 വർഷം കൊണ്ട് അതിനു മുമ്പുള്ള മൊത്തം മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തിൽ കണ്ടുപിടിക്കുകയും മെരുക്കിയെടുക്കുകയും ചെയ്തതിനേക്കാൾ കൂടുതൽ പ്രകൃതി ശക്തികളെ മെരുക്കിയെടുക്കുകയും കണ്ടുപിടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മനുഷ്യൻ ആകാശത്തെയും ഭൂമിയെയും കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് പറക്കുന്ന കാര്യത്തിൽ പക്ഷികൾക്ക് പോലും അവൻ്റെ അടുത്തെത്തുവാൻ പോലും സാധിക്കുകയില്ല. ദശലക്ഷക്കണക്കിന് മൈലുകൾക്കകലെ നിന്നുകൊണ്ട് സൂര്യനെ അപഗ്രഥിക്കാനും അതിൻ്റെ ഭാരം കണ്ടുപിടിക്കാനുമായി. ഭാവനയുടെ സഹായത്തോടെ സൂര്യനെ രൂപപ്പെടുത്തുന്ന മൂലകങ്ങളേവ എന്നൊക്കെയും ഇന്ന് മനുഷ്യനെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മനുഷ്യൻ ഇമാജിനേഷൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് വാഹനങ്ങളുടെ വേഗതയൊക്കെ ഇന്ന് വളരെയധികം വർദ്ധിപ്പിച്ചിരിക്കുന്നു. മനുഷ്യൻ്റെ ഏക പരിമിതി അവൻ്റെ ഭാവനയെ ഉണർത്തുന്നതിലും അതിനെ വികസിപ്പിക്കുന്നതിലും അതിനെ യുക്തിപരമായി ഉപയോഗിക്കുന്നതിലും ആണ് കിടക്കുന്നത്. മനുഷ്യൻ അവൻ്റെ ഭാവനാശേഷി ഉപയോഗിക്കുന്നതിൽ ഇതുവരെയും അതിൻ്റെ വികാസത്തിൻ്റെ ഉയർന്ന അവസ്ഥയിലെത്തിയിട്ടില്ല. മനുഷ്യൻ ഇതുവരെ അവൻ്റെ ഭാവനയുടെ പൂർണ്ണമായ ശക്തി ഉപയോഗിച്ചു തുടങ്ങിയിട്ടില്ല. പ്രാഥമിക രൂപത്തിൽ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. ഇമാജിനേഷനുകൾ പൊതുവെ 2 വിധമാണ്. ഒന്ന് സിന്തറ്റിക് ഇമാജിനേഷനും രണ്ടാമത്തേത് ക്രിയേറ്റീവ് ഇമാജിനേഷനും. സിന്തറ്റിക് ഭാവന എന്നാൽ നിലവിലുള്ള ആശയങ്ങൾ, പദ്ധതികൾ എന്നിവയെ സംയോജിപ്പിച്ചുകൊണ്ട് പുതിയ എന്തെങ്കിലും സൃഷ്ടിക്കാനുള്ള കഴിവിനെയാണ് സിന്തറ്റിക് ഇമാജിനേഷൻ എന്ന് പറയുന്നത്. ക്രിയേറ്റീവ് ഇമാജിനേഷൻ്റെ ശേഷി ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ്റെ അനന്തമായ മനസ്സ് നേരിട്ട് അനന്തമായ ബുദ്ധിയുമായി ആശയവിനിമയത്തിലാകുന്നു. ഈ ശേഷിയിലൂടെയാണ് മനുഷ്യന് പ്രചോദനങ്ങളും ബോധോദയങ്ങളും സ്വീകരിക്കാനാവുന്നത്. ഈ ശേഷിയിലൂടെയാണ് എല്ലാ അടിസ്ഥാനപരവും പുതിയതുമായ ആശയങ്ങൾ മനുഷ്യനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ആശയങ്ങൾ ഉണ്ടാവുന്നത് ഭാവനയിലൂടെയാണ്. ആശയങ്ങളാണ് മനുഷ്യനെ സൗഭാഗ്യങ്ങളിലേക്ക് നയിക്കുന്നതും. കൃത്യമായ ഉദ്ദേശത്തിൻ്റെ ശക്തിയും ഒപ്പം കൃത്യമായ പ്ലാനുകളും കൂടി ചേർന്നാൽ ആശയങ്ങളെ ക്യാഷായി രൂപാന്തരപ്പെടുത്താൻ കഴിയുമെന്നത് ഒരു അമ്പരപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. കഠിനാധ്വാനവും സത്യസന്ധതയും ഒന്ന് മാത്രമാണ് വലിയ സമ്പത്ത് കൊണ്ടുവരികയെന്ന് വിശ്വസിക്കുന്ന തരക്കാരുകളാണ് നിങ്ങളെങ്കിൽ ആ ചിന്ത തുലയട്ടെ. അത് സത്യമല്ല. സമ്പത്ത് അത് സമൃദ്ധമായി ഒഴുകി വരുമ്പോൾ അത് കഠിനാധ്വാനത്തിൻ്റെ ഫലം മാത്രമല്ല. സമ്പത്ത് വരുന്നുണ്ടെങ്കിൽ അത് കൃത്യമായ ഡിമാൻഡിനോടുള്ള പ്രതികരണമായി മാത്രമാണ്. ആ ഡിമാൻഡുകൾ നിശ്ചിതമായ തത്വങ്ങളുടെ പ്രയോഗത്തിന്മേൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതായിരിക്കണം. അല്ലാതെ യാദൃശ്ചികമായോ വെറും ഭാഗ്യം കൊണ്ടോ സമ്പത്ത് വരികയില്ല. പൊതുവായി പറഞ്ഞാൽ ഒരാശയം എന്നത് പ്രവർത്തനത്തെ വിളിച്ചു വരുത്തുന്ന ഒരു ചിന്താപ്രചോദനം മാത്രമാണ്. ഭാവനയിലേക്ക് ഒരു അപേക്ഷ നൽകുന്നതിലൂടെയാണ് വിളിച്ചു വരുത്തപ്പെടുന്നത്. ചരക്കുകൾ വിൽക്കാൻ കഴിയാത്തിടത്ത് ആശയങ്ങൾ വിൽക്കാൻ കഴിയുമെന്ന് എല്ലാ വിദഗ്ധ സെയിൽസ്മാൻമാർക്കും അറിയാം. പക്ഷേ സാധാരണ സെയിൽസ്മാൻമാർക്ക് അതറിയില്ല. അതുകൊണ്ടാണ് അവർ സാധാരണക്കാരായിരിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇമാജിനേഷനെ കുറിച്ചുള്ള എൻ്റെ ഈ സംസാരം ഞാനിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.